ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ S4 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. സോ മൊഡ്യൂൾ 4 രണ്ട് പാർട്സ് ആണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ പാർട്ട് എയിൽ മൊഡ്യൂൾ 4 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ പാർട്ട് ബിയിലാണുള്ളത്. പാർട്ട് ബിയിലും രണ്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി, ഓപ്ഷണൽ ആണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ സബ് ഡിവിഷൻസ് ഉണ്ടാകാം. സോ അപ്പം പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം 3 മാർക്സ് വീതമാണുള്ളത്. പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 14 മാർക്സ് ആയിരിക്കും. അത് ഒന്നല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാവാം, അല്ലെങ്കിൽ സബ് ഡിവൈഡഡ് ആയിട്ട് 7 ഒക്കെ ആയിട്ടാവാം. സോ ഇപ്പോൾ മൊഡ്യൂൾ 4 സിലബസ് നോക്കാം. ഫസ്റ്റ് വരുന്ന ഡെഫിനിഷൻ ആണ് കൺസെപ്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി ആൻഡ് വോളിയം കംപ്രസിബിലിറ്റി, ഈലോഗ് പീക്ക്, പിന്നെ കംപ്രഷൻ ഇൻഡെക്സ്, റീകംപ്രഷൻ ഇൻഡെക്സ് ആൻഡ് പ്രീ കൺസോളിഡേറ്റഡ് പ്രഷർ. കുറേ ടേംസ് അപ്പോൾ കൂടുതലായിട്ടും തിയറി ബേസ്ഡ് ആയിട്ടും വരാം. പിന്നെ ഓവർ കൺസോളിഡേഷൻ, പ്രീ കൺസോളിഡേഷൻ, പിന്നെന്താ അണ്ടർ കൺസോളിഡേഷൻ സോയിൽ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേസ്. അപ്പം അതിൻ്റെ എല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ കംപ്രഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തരാതെയൊക്കെയുള്ള പ്രോബ്ലംസ്. പിന്നെ തെർസാഗി തിയറി ഓഫ് 1 ഡയമെൻഷണൽ കൺസോളിഡേഷൻ, അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ആവറേജ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, ടൈം ഫാക്ടർ, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ന്യൂമറിക്കൽ. അപ്പോൾ CC ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റ്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസോളിഡേഷനും കോമ്പാക്ഷനും, പിന്നെ IS ലൈറ്റ് ആൻഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ്, പിന്നെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്, പിന്നെ സീറോ എയർ വോയിഡ് ലൈൻ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇതെല്ലാം വെച്ച്. അപ്പോൾ കോമ്പാക്ഷൻ കർവിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പാക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കോമ്പാക്ഷൻ മെഷർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രോക്ടാർ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന പ്രോക്ടാർ നീഡിൽ ഫോർ ഫീൽഡ് കൺട്രോൾ, അപ്പോൾ ഏതൊക്കെ പ്രോക്ടാർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിൽ വരുന്ന കാര്യങ്ങൾ തിയറി ക്വസ്റ്റ്യൻസും വരാം, അതുപോലെ തന്നെ പ്രോബ്ലംസും ഇതിൽ ഈക്വൽ ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളാണ്. സോ ഫസ്റ്റ് ഔട്ട്ലൈൻ ദ യൂസ് ഓഫ് കോമ്പാക്ഷൻ കർവ് developed from the IS light compaction test in a soil sample taken from a burrow site selected for embankment construction. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കോമ്പാക്ഷൻ കർവിൻ്റെ യൂസ്? അപ്പോൾ വാട്ട് ഈസ് ബേസിക്കലി ഒരു കോമ്പാക്ഷൻ കർവ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കർവ്, ഇറ്റ്സ് എ ഗ്രാഫ് that is drawn between dry density versus water content. Water content versus dry density ആണ്. അതൊരു എന്താണ് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു. സോ വൺസ് ദ വാട്ടർ കണ്ടന്റ് ഇൻക്രീസസ്, ദ ഡ്രൈ ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇനീഷ്യലി എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്രൈ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് അറ്റ് എ സർട്ടൺ പോയിന്റ്, ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, അപ്പോൾ ഒരു വാട്ടർ കണ്ടന്റിന് നമ്മളുടെ ഡ്രൈ ഡെൻസിറ്റി മാക്സിമം വാല്യൂ എത്തും. അതിനുശേഷം പിന്നീട് വാട്ടർ കണ്ടന്റ് എത്ര ഇൻക്രീസ് ചെയ്താലും നമ്മുടെ ഡ്രൈ ഡെൻസിറ്റി എന്താണ് ചെയ്യുന്നത്? ഗ്രാജുവലി അത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, അത് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് വാട്ടർ കണ്ടന്റ് വരെ നമ്മളുടെ ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പയ്യെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഡ്രൈ ഡെൻസിറ്റിക്കാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റോ മാക്സ്, ദാറ്റ് ഈസ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ഏത് വാട്ടർ കണ്ടന്റിൻ്റെ ആണോ നമ്മളുടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്നത്, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, അപ്പോൾ വളരെ ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷനാണിത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഇത് കോമ്പാക്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും വെൽ ഗ്രേഡഡ് സോയിലിന് വളരെയധികം, അപ്പോൾ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അതിന് നമ്മളുടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ദി യൂണിഫോം ആയിട്ടുള്ള സാൻഡൊക്കെ. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള സാൻഡിനൊക്കെയാണ് ഏറ്റവും കുറവ് ഡ്രൈ ഡെൻസിറ്റി ഉള്ളത് ആസ് കമ്പയർഡ് ടു വെൽ ഗ്രേഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈ ഡെൻസിറ്റി ഉള്ളത് വെൽ ഗ്രേഡഡ് സോയിലിനാണ്. പിന്നീട് അത് കുറഞ്ഞ് ഓരോ യൂണിഫോം ആയിട്ടുള്ള സാൻഡിനാണ് ഏറ്റവും കുറവായിട്ട് ഡ്രൈ ഡെൻസിറ്റി ഉള്ളത്. പിന്നെ ഉള്ളതാണ് സീറോ എയർ വോയിഡ് ലൈൻ. അപ്പോൾ സീറോ എയർ വോയിഡ് ലൈനിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ സാച്ചുറേഷൻ എപ്പോഴും 1, അതായത് 100 ഡിഗ്രി സാച്ചുറേഷൻ ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സീറോ എയർ വോയിഡ്. അപ്പോൾ ബാക്കി എല്ലാ കേസസിലും
നമ്മൾക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 അല്ല നമ്മൾ എടുക്കുന്നത്, പക്ഷേ സീറോ എയർ വോയിഡ് ലൈനിന് നമ്മൾ 1 ആണ്, അതായത് 100% സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലെവലാണ്. കാരണം അവിടെ ഒരു വോയിഡ് ഇല്ല, അതുകൊണ്ടാണ് ഈ ലെവലിന് സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എടുക്കുമ്പോൾ S1 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളുടെ വാട്ടർ കണ്ടന്റ്, ദിസ് ഇസ് ദ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് കണ്ടോ നമ്മളുടെ ഇത് ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഡിഗ്രീസ് ആയി. ആ ഇൻക്രീസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത ആ ഒരു പോയിന്റ് ആണ് റോഡി മാക്സ് ആൻഡ് ദിസ് ഇസ് ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. സോ ഇതാണ് നമ്മളുടെ ഫിഗർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഐഡന്റിഫൈയിങ് കൺസോളിഡേഷൻ ബിഹേവിയർ ഓഫ് സോയിൽ ഫ്രം എ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ കൺസോളിഡേഷൻ്റെ ബിഹേവിയർ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ, അപ്പോൾ എന്തൊക്കെയാണ് കൺസോളിഡേഷൻ്റെ ഇമ്പോർട്ടൻസ്? അപ്പോൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് വോളിയം റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ, അപ്പോൾ നമ്മൾ കൺസോളിഡേഷൻ എങ്ങനെയാണ് നമ്മളുടെ സെറ്റിൽമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് അതിൻ്റെ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും. അതുപോലെ തന്നെ കുറേ റിസ്ക് എലമെൻറ്റ്, ഇപ്പം എന്തെങ്കിലും ഇറോഷൻസോ അങ്ങനെ എന്തിനെങ്കിലും ഈ സെറ്റിൽമെൻറ്റ് കാരണമാകും, അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം കൺസോളിഡേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഡിസൈൻ. So the consolidation of a soil affects the settlement of structure built on the ground. അപ്പോൾ ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്ത സ്ട്രക്ചേഴ്സിന്റെ സെറ്റിൽമെന്റിനെ എന്ത് അഫക്ട് ചെയ്യുന്നു? ഫൗണ്ടേഷൻ നമ്മളുടെ കൺസോളിഡേഷൻ അഫക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സോയിലിൽ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്താൽ അതിന്റെ വെയിറ്റ്, നമ്മളുടെ സ്ട്രക്ചറിന്റെ വെയിറ്റ് നമ്മളുടെ സോയിലിനെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ സോയിലിൽ ബിൽഡ് ചെയ്തൊരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് കാരണം നമ്മുടെ സോയില് കംപ്രസ് ആവുന്നു. അപ്പോൾ അത് എന്തോരം കംപ്രസ് ആവാം, എന്തോരം സെറ്റിൽമെന്റ് നടക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഫൗണ്ടേഷൻ ഡിസൈനിന്റെ ടൈമിൽ നമ്മൾ കൺസോളിഡേഷൻ എന്ന ഫാക്ടർ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ എഞ്ചിനീയേഴ്സ് ടു പ്രെഡിക്റ്റ് ഹൗ മച്ച് സെറ്റിൽമെന്റ് വിൽ occur over the time, which is very crucial for designing the foundation which can support the structure without excessive settlement. അപ്പം എക്സസീവ് സെറ്റിൽമെന്റ് ഇല്ലാതെ തന്നെ നമ്മളുടെ സ്ട്രക്ചറിനെ എങ്ങനെ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഡിസൈൻ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് കൺസോളിഡേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വരുന്നതാണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. അപ്പോൾ സോയിലിൻ്റെ സെറ്റിൽമെൻറ്റ് കാരണം നമുക്ക് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് ലീഡ് ചെയ്യാം. അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സ്ട്രക്ചർ. ഇപ്പോൾ ഡിഫറൻഷ്യൽ അപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു വെയിറ്റ് ഓഫ് ദ ഒരു ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് നമ്മുടെ സോയിലിലേക്ക് വരുമ്പം അത് യൂണിഫോം ആയിട്ട് തന്നെ സെറ്റിൽ ചെയ്യണമെന്നില്ല, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടത്താം. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം സെറ്റിൽ ചെയ്യുന്നു, മറ്റേ ഭാഗം സെറ്റിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഡിഫറൻഷ്യൽ ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആസ്പെക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിന്റെ കേസിൽ. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും നമ്മുടെ കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഫിനോമിനെ പറ്റിയുള്ളൊരു നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്ലാനിങ് സ്റ്റേജിൽ. So they need to account for the consolidation in their construction schedule to ensure that settlement of the soil does not impact the construction process or the stability. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനെ കൺസോളിഡേഷൻ അഫക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന റിസ്ക് അസസ്മെന്റ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ സ്ലോപ്പ്, അപ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് നടത്തിയാൽ നമ്മുടെ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റീനെയും അഫക്റ്റ് ചെയ്യാം, സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സെറ്റിൽമെന്റ് വേറെ എന്തെങ്കിലും നാച്ചുറൽ ഫിനോമിന, ഇപ്പോൾ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ്, അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണോ അല്ലെങ്കിൽ റിസ്കിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ സോയിൽ കൺസോളിഡേഷൻ ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, എംപാക്ട്മെന്റ് ആൻഡ് retaining wall. So how these structures important for assessing the risk? അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഇൻ ഏരിയ വിത്ത് വേരിയിങ് സോയിൽ കണ്ടീഷൻ. അപ്പോൾ പല സോയിൽ കണ്ടീഷൻസ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് കൺസോളിഡേഷൻ അവിടെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ റിസ്ക് ഫാക്ടർ എന്നെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ കോസ്റ്റ് കൺസിഡറേഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ഓഫ് സോയിൽ ക്യാൻ ലെഡ് ടു കോസ്റ്റ്ലി റിപ്പയർ. അപ്പോൾ എന്തെങ്കിലും സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അത് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ ഡിസൈൻ അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറും. പിന്നെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ
റിസ്ക് അസസ്മെന്റ്, ഇത് കാരണം എന്തൊക്കെ റിസ്ക് ഉണ്ടാവും, അപ്പൊ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സോയിൽ കൺസോൾട്ടേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എൻവയോൺമെന്റലി ഇമ്പാക്ട് വരുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ ചേഞ്ചസ് ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൺസോൾട്ടേഷൻ കാരണം നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിയർ ബൈ എക്കോസിസ്റ്റത്തിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ രീതിയിലും കൺസോളിഡേഷൻ ഒരു കൺസ്ട്രക്ഷനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻ സമ്മറി, ദ നോളജ് ഓഫ് സോയിൽ കൺസോളിഡേഷൻ ഇസ് ക്രൂഷ്യൽ ഫോർ എൻഷുറിംഗ് ദ സ്റ്റെബിലിറ്റിനെ എൻഷുർ ചെയ്യാൻ, സേഫ്റ്റി and longevity of the structures built on or in the ground. And it also helps the engineers to design the foundation which can accommodate soil settlement, minimize the risk and optimize construction projects in various conditions. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൺസ്ട്രക്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഡിസൈൻ, നല്ല സ്റ്റെബിലിറ്റി ഉള്ള ബിൽഡിങ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസോളിഡേഷൻ എപ്പോഴും കൺസിഡർ ചെയ്തിട്ട് വേണം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് പാർട്ട് എയിലെ 2 പ്രോബ്ലംസ്. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് നോക്കാം. അതിലെ എ പോർഷൻ ആണ്. എ ക്ലേ സ്ട്രാറ്റം ഓഫ് 6 meter thick, compression index of 0.315 was located at a depth of 8 meter below the ground surface. Between the ground surface and the clay layer, the subsoil consists of sand with an average submerged unit weight of 10.5 kilonewton per meter cube and unit weight of sand above the water table 17 kilonewton per meter cube. The specific gravity of clay is 2.7 and the natural water content is 45%. Calculate the final settlement of the clay layer due to an increase of pressure 40 kilonewton per meter square at mid height of the clay layer. The water table is located at 4 meter below ground level and take gamma W is equal to 9.81 kilonewton per meter cube. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 meter തിക്കുള്ള ഒരു ക്ലേ സ്ട്രാറ്റമാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 8 meter ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അറിയാവുന്നത് ഗ്രൗണ്ടിൽ നിന്നും 8 മീറ്ററിന് താഴെയായിട്ടാണ് 6 meter തിക്കുള്ള ക്ലേ ലെയർ വന്നിരിക്കുന്നത്. So this is the clay layer. Three meter. ഇതാണ് നമ്മളുടെ ക്ലേ ലെയർ. അപ്പൊ മിഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ക്ലേ ലെയർ, ക്ലേ ലെയറിന്റെയും ഗ്രൗണ്ട് സർഫസിന്റെ ഇടയ്ക്ക് ദ സബ്സോയിൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റാൻഡ് വിത്ത് an average submerged unit weight. അപ്പോൾ ആ സബ്സോയിലില് സാൻഡും ഉണ്ട്, അതിന്റെ ആവറേജ് ആയിട്ടുള്ള സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് അപ്പോൾ ഒരു 4 meter താഴെയായിട്ട് submerged unit weight of 10.5 kilonewton per meter cube and unit weight of sand above the water table is 17 kilonewton. ഓക്കെ, അപ്പൊ ഇവിടെയാണ് വാട്ടർ ടേബിൾ വരുന്നത്. അപ്പൊ നമ്മുടെ ക്ലേയുടെ മേളിലായിട്ട് ഒരു സബ്സോയിൽ ഉണ്ട്. ആ സബ്സോയിലിന്റെ സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 10.5 kilonewton per meter cube ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വാട്ടർ ടേബിളിന്റെ 4 meter മുകളിലായിട്ട് നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 17 kilonewton per meter cube. അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ ക്ലേ. അപ്പൊ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ ക്ലേ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ക്ലേ 2.7, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 0.45 ആൻഡ് ഇനി ഇൻക്രീസ് ഇൻ പ്രഷർ തന്നിട്ടുണ്ട് 40 kilonewton per meter square. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എഴുതി. അപ്പൊ ഫസ്റ്റ് ഇനി നമുക്ക് വേണ്ടത് ഇ ആണ്. സോ നമുക്ക് സബ്മേർജ് യൂണിറ്റ് വെയിറ്റ്, നമുക്ക് ഇവിടുത്തെ സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം.
കാരണം വാട്ടർ ടേബിളിന്റെ താഴെ വരുന്ന യൂണിറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പം നമുക്കറിയാം സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് G-1 × 1 + E ഗാമ W ആണ്. അപ്പം നമുക്കിവിടെ ഗാമ W അറിയാം, G അറിയാം, ബട്ട് E ഈസ് അൺനോൺ. E അൺനോൺ ആയതുകൊണ്ട് തന്നെ E = WG എന്നുള്ള ഇക്വേഷൻ ആണ്. WG/S ആണ്. പക്ഷെ ഇവിടെ സബ്മേർജ് ആയതുകൊണ്ട് S എന്താണ്? 1 ആണ്. അപ്പൊ E = നമുക്കിവിടെ വാട്ടർ കണ്ടന്റ് 0.45 ആണ്, G 2.7. നമുക്ക് ഇതിന്റെ ആൻസർ 1.08 കിട്ടും. ദെൻ ഇതിനെ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ക്ലേയുടെ സബ്മേർജ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് ആണ് വേണ്ടത്. 2.7 - 1 + 1 + 1.08 നമുക്ക് ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് കിട്ടി. ക്ലേയുടെ സബ്മേർജ് യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വാട്ട് ഈസ് എ ഇക്വേഷൻ? അപ്പോൾ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് settlement is equal to CC/1 + E അല്ലേ? ഇതാണ് ഇക്വേഷൻ. സോ നമുക്ക് ആദ്യം σ0 കണ്ടുപിടിക്കണം. σ0 കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടത്? എന്താണ് σ0 എന്ന് പറയുന്നത്? എല്ലാ സ്ട്രെസ്സും ഇൻറ്റു അതിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഗാമ × 4, ദാറ്റ് ഈസ് 17 × 4 പ്ലസ് നമുക്ക് ഈ ലെയറിലെയാണ് അതായത് ഈ മിഡ് ലെയറിലെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ മിഡ് ലെയറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് അതാണ് σ0. അപ്പോൾ ഇവിടേക്ക് ആക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? 17 × 4, പിന്നെ വരുന്നത് 10.5 × 4, പിന്നെ 8.02 × 3. കാരണം നമുക്ക് മിഡ് ലെയർ, ക്ലേയുടെ മിഡ് ലെയർ വരെയുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 134.06 kN/m³ ആണ് മിഡ് ലെവൽ ഓഫ് ദ ക്ലേ ലെയറിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത് CC. അപ്പൊ CC നമുക്ക് ഗിവൺ അല്ലേ? ഓക്കെ, കംപ്രഷൻ ഇൻഡെക്സ്. ഇപ്പൊ കംപ്രഷൻ ഇൻഡെക്സ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കംപ്രഷൻ ഇൻഡെക്സ് = 0.315. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ കണ്ടുപിടിച്ചതാണ്. 1 + 1.08 ഇൻറ്റു ഇവിടെ h0 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ക്ലേ. ക്ലേയുടെ തിക്നെസ് എത്രയാണ്? 6 ആണ്. × 6 ഇപ്പോൾ log to the power 10. σ0 നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 134.06 ആണ്. ആൻഡ് ഇൻക്രീസ് ഓഫ് പ്രഷർ അതാണ് ഡെൽറ്റ സിഗ്മ, അത് എത്രയാണ്? 40 ആണ്. സോ അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40/134 ഇൻറ്റു. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.103 മീറ്റർ ആണ്. ഇതിൻ്റെ സെറ്റിൽമെന്റ് വരുന്നത് 0.103 മീറ്റർ. അപ്പം നമുക്കിതിൽ ഓൾറെഡി എല്ലാം കംപ്രഷൻ ഇൻഡെക്സ് ഒക്കെ ഗിവൺ ആണ്. ജസ്റ്റ് അത് നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ക്ലേ ഡെപ്പോസിറ്റ് സഫേഴ്സ് എ ടോട്ടൽ സെറ്റിൽമെന്റ് ഓഫ് 5 സെന്റിമീറ്റർ വിത്ത് 1-way ഡ്രെയിനേജ്. അപ്പോൾ ഒരു 1-way ഡ്രെയിനേജിൽ നമുക്ക് ടോട്ടൽ സെറ്റിൽമെന്റ് വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് വിത്ത് 2-way ഡ്രെയിനേജ് ദ ടോട്ടൽ സെറ്റിൽമെന്റ് വിൽ ബി. അപ്പോൾ 1-way ഡ്രെയിനേജിൽ 5 സെന്റിമീറ്റർ ആണ് നമുക്ക് സെറ്റിൽമെന്റ് നടന്നതെങ്കിൽ 2-way ഡ്രെയിനേജ് നടക്കുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. കാരണം അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് ഒരിക്കലും
അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് കോൺസ്റ്റന്റ് ആണ്. കാരണം മൊത്തത്തിൽ നടക്കുന്ന സെറ്റിൽമെന്റ് 1 വേ ഡ്രെയിനേജ് ആയാലും 2 വേ ഡ്രെയിനേജ് ആണെങ്കിലും മൊത്തത്തിൽ നടക്കുന്ന സെറ്റിൽമെന്റ് കോൺസ്റ്റന്റ് ആണ്. അതൊരിക്കലും എങ്ങനത്തെ ഡ്രെയിനേജ് ആണെന്നുള്ളതിനെയോ അല്ലെങ്കിൽ വേറൊരു ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് ഡെൽറ്റ H does not depend upon any condition. So it is a constant value. അപ്പോൾ എത്രയാണോ 1 വേ ഡ്രെയിനേജിൽ നമ്മൾ സെറ്റിൽ ചെയ്തത് അത്രയും തന്നെയായിരിക്കും 5 സെന്റിമീറ്ററിൽ. സോ it is given that the ultimate settlement of 5 cm for 1 way drainage and total settlement for 2 way drainage എന്തായിരിക്കും 5 cm തന്നെയായിരിക്കും. കാരണം അത് വേറൊരു കണ്ടീഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് 5 cm. അത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിന്റെ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റിനെ പറ്റി കുറച്ചും കൂടി വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് പോയിന്റ്സ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം, ഫോളോയിങ് ആർ ദ റിസൾട്ട് ഓഫ് എ കോമ്പാക്ഷൻ ടെസ്റ്റ്. അപ്പൊ നമുക്കൊരു കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ഓഫ് മോൾഡ് പ്ലസ് വെറ്റ് സോയിൽ തന്നിട്ടുണ്ട്. പിന്നെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. The volume of mold is 1000 centimeter cube and the weight of the mold is 10 Newton. Specific gravity is 2.7 and determine the maximum dry density and optimum moisture content from the compaction curve. അപ്പോൾ ആദ്യം നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും കോമ്പാക്ഷൻ കർവിൽ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ പ്ലോട്ട് ദ സീറോ എയർ വോയിഡ് ലൈൻ. അപ്പോൾ സീറോ എയർ വോയിഡ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് ദ സോയിൽ. ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ഓഫ് ദ സോയിൽ കണ്ടുപിടിക്കാം. പിന്നെ ഇതിന് ഡെൻസിറ്റി, then you can find the dry density. അപ്പൊ വെയിറ്റ് ഓഫ് ദ സോയിൽ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സോയിലിന്റെയും മോൾഡിന്റെയും കൂടിയുള്ള വെയിറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ മോൾഡിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ ആണ്. അപ്പൊ വെയിറ്റ് ഓഫ് ദ സോയിൽ ഇവിടെ എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റിൽ നിന്നും -10 ചെയ്യുക. അതായത് ആ മോൾഡിന്റെ വെയിറ്റ് മൈനസ് ചെയ്യുന്നതായിരിക്കും വെയിറ്റ് ഓഫ് ദ സോയിൽ. സോ ദ ടോട്ടൽ വെയിറ്റ് -10 അല്ലെ? ടോട്ടൽ വെയിറ്റ് -10 ചെയ്യുമ്പോഴാണ് നമുക്ക് സോയിലിന്റെ വെയിറ്റ് കിട്ടുന്നത്. അപ്പൊ 29.25 - 10 ദാറ്റ് ഇസ് 19.25 ആണ് ഫസ്റ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ. അടുത്ത ഇതുപോലെ തന്നെ 20.95, then 21.5, ഇനി ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. അപ്പൊ ഇവിടെ നമ്മൾ മാസ്, അതായത് വെയിറ്റ് ഓഫ് ദ സോയിൽ, മാസ് ഓഫ് ദ സോയിൽ നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഇത് ഫസ്റ്റ് കോളം. അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിനെ ഇപ്പൊ വോളിയം ഓഫ് മോൾഡ്, ഇപ്പൊ വോളിയം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1000 സെന്റിമീറ്റർ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 1 milliliter. അപ്പോൾ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്, അത് 1 milliliter ഇക്വലന്റ് ആണ്. അപ്പൊ നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതെന്താണ്? 19.25 തന്നെയാണ് നമുക്ക് വരുന്നത്. 20.95, 21.5, 21.25, 20.7. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി. അപ്പൊ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ρ by 1 plus W അല്ലെ? ρ is equal to ρd is equal to ρ by 1 plus W. അപ്പൊ ഇവിടെ വാട്ടർ കണ്ടന്റ്, ഫസ്റ്റിന്റെ കേസിൽ വാട്ടർ കണ്ടന്റ് എത്രയാണ്? 10%. രണ്ടാമത്തെ 12, 14.3, 16.1, 18.2. നമ്മൾ ഫസ്റ്റിന്റെ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പം 19.25 ഡിവൈഡഡ് ബൈ 1 plus 0.1 ആണ്. ആൻഡ് ദ ആൻസർ ഇസ് 17.5. ഇനി സെക്കൻഡ് കേസ് വരുമ്പോൾ 20.95 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സെക്കൻഡ് കേസിൽ വാട്ടർ കണ്ടന്റ് എത്രയാണ്? 12 ആണ്. 1, 2, then സോ അങ്ങനെ സിമിലർലി നമ്മൾ എല്ലാ കേസിലെയും വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. 18.7,
സോ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ദിസ് ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ ഈ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? ബൈ 1 + W. നൗ ഇനി നമുക്ക് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പാക്ഷൻ കർവ് വരയ്ക്കാൻ പറ്റും. നമുക്ക് കോമ്പാക്ഷൻ കർവ് വരയ്ക്കാനായിട്ട് വേണ്ടത് ഡ്രൈ ഡെൻസിറ്റി വേഴ്സസ് വാട്ടർ കണ്ടന്റ് ആണ്. അപ്പോൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കർവ് ഡ്രൈ ഡെൻസിറ്റി വേഴ്സസ് വാട്ടർ കണ്ടന്റ് ആണ്. ഇതിങ്ങനെ ഒരു കേർവ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്രൈ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു വാട്ടർ കണ്ടന്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ഡ്രൈ ഡെൻസിറ്റി പയ്യെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും, ഡ്രൈ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഏത് വാട്ടർ കണ്ടന്റിലാണോ അറ്റൈൻ ചെയ്തത് ആ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ദിസ് ഇസ് എ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റിനെയാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും ആണ്. ഇനി നമുക്ക് സീറോ വോയിഡ് ലൈൻ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സീറോ വോയിഡ് ലൈനും കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പൊ സീറോ വോയിഡ് ലൈൻ വരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആയിരിക്കും. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി വെൻ എസ് ഈസ് ഈക്വൽ ടു 1, ആ വാല്യൂസ് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റോ ഇസ് ഈക്വൽ ടു റോ ബൈ 1 + WG. ഇതിന്റെ ഇക്വേഷൻ ഇവിടുത്തെ ഡ്രൈ ഡെൻസിറ്റി വെൻ എസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ rho is equal to G 1 + WG. അപ്പം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം G നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2.7. ഫസ്റ്റത്തെ ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2.7 × 9.81 ഡിവൈഡഡ് ബൈ 1 + 10% ആണ് വാട്ടർ കണ്ടന്റ് 2.7. ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് 20.86. സോ അപ്പോൾ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി വരുന്നത് അറ്റ് എസ് ഇസ് ഈക്വൽ ടു 1 20.86 ആണ്. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് G ഗാമ W 1 + WG. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് 20.86, 20.0, 19.11, 18.46. ഇനി നമുക്ക് വേണ്ടത് ഈ വാല്യൂസ് ഉപയോഗിച്ച് കോമ്പാക്ഷൻ കർവ് പ്ലോട്ട് ചെയ്ത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കണം. അതുപോലെ സീറോ എയർ വോയിഡ് ലൈനും പ്ലോട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് കോമ്പാക്ഷൻ കർവ് വരയ്ക്കാനുള്ള, ഇവിടെ ദിസ് ഇസ് ദ ഡ്രൈ ഡെൻസിറ്റി, ഇവിടെ ഉള്ളത് വാട്ടർ കണ്ടന്റ് ആണ് 17. സോ നമ്മൾ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് ആദ്യം ഡ്രോ ചെയ്തു, അതുപോലെ തന്നെ ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മുടെ വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് നോക്കാം 17.5 ആണ്. അപ്പോൾ 17.5 പിന്നെ 0.12 വരുന്നത് 18.71 ആണ്.
18.88, then 18.3 അല്ലേ, 18.3 16.1-ന്, 17.51-ന് 18.8. അപ്പം (18.3) ഇനി 0.18-ന് 17.5 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേർവ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കേർവ് വരുന്നത്. അപ്പം നമ്മൾ കേർവ് കറക്റ്റ് ആയിട്ട്, അപ്പം ഇത് അപ്രോക്സിമേറ്റ്ലി പ്ലോട്ട് ചെയ്യാണ്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. സോ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 18.9 kN/m3 വാട്ടർ കണ്ടന്റ് 13.4% ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടല്ല, പക്ഷെ നിങ്ങൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വരുന്നത് 13.4%-ഉം മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, അതായത് ആ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ കിട്ടിയിരിക്കുന്ന ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 18.9 kN/m3 ആണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കണ്ടന്റ് വെച്ചിട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് വെച്ച് സീറോ വോയിഡ് ലൈനും പ്ലോട്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോയാൽ മതി. ഇവിടെ വാട്ടർ കണ്ടന്റ് ഇപ്പോൾ 20 പോയിന്റ്, ഇത് അപ്പം ഇങ്ങനെയായിരിക്കും സീറോ വോയിഡ് ലൈൻ വരിക. അപ്പോൾ സീറോ വോയിഡ് ലൈൻ പ്ലോട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം സീറോ വോയിഡ് ലൈനും നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യണം. So next, determine the degree of saturation at the maximum dry density obtained. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 18.9 ആണ്. അതുപോലെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, അപ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റ് വേണം ഇവിടെ എടുക്കാൻ, 13.4% ആണ്. അപ്പോൾ ഇത് അനുസരിച്ച് നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ gamma D is equal to G gamma W by 1 plus WGS. നമ്മളവിടെ റോ എടുത്താൽ നമുക്ക് റോ D is equal to G plus WG by S. അപ്പം നമുക്കിവിടെ റോ D അറിയാം. അപ്പോൾ ഇവിടുത്തെ റോ D എന്ന് പറയുന്നത് എന്താണ്? 18.9. അപ്പം 18.9 is equal to G 2.7 ആണ്. റോ W 9.81 പ്ലസ് 1 പ്ലസ് ഇവിടുത്തെ വാട്ടർ കണ്ടന്റ് എന്താണ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വേണം എടുക്കാൻ. അപ്പോൾ 0.134 ഇൻറ്റു 5. യെസ്. ഇനി ആ എസ്സിനെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് 18.9 ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എസ്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 90.22%. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് 90. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് നമ്മളുടെ ഗാമ ഡി എന്ന് പറയുന്നത് നമ്മളുടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഇവിടുത്തെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടും. സോ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസുമായിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം.